രാമേട്ടനാണോ? രാമേട്ടാ, രാമേട്ടാ. ആ മോനെ, എന്ത് പറ്റി? ഒന്നുമില്ല, ഞാൻ ആശുപത്രിയിൽ കാണിക്കാൻ വന്നാണ്. ആ, ഭയങ്കര തളർച്ച, അപ്പോൾ അവിടെ ഇരുന്നതാ. ആണോ? എന്താ അസുഖമുണ്ടോ? ആ, എന്തൊക്കെ പ്രശ്നങ്ങളുണ്ട്. ഡെയിലി ആശുപത്രിയിൽ വല്ല പണി. ആണോ? അപ്പൊ അനിയൻ അരുൺ എവിടെ? ഓനിപ്പോ ചെന്നൈയിലാണ്. ചെന്നൈയിലോ? ആ, അപ്പൊ വരാറില്ലേ? ഇല്ല, 4-5 വർഷം മുന്നൊക്കെ വന്നിരുന്നു. ഇപ്പൊ അവന് കുടുംബമൊക്കെ ആയിട്ട് അവിടെ സെറ്റിലായി. എന്നിട്ട് അവൻ വിളിക്കാറില്ലേ? ഇല്ല, ഇപ്പൊ വിളിക്കാറില്ല. ആദ്യമൊക്കെ വിളിച്ചിരുന്നു അവന്. ഇപ്പൊ ഭയങ്കര തിരക്കാ തോന്നുന്നു. ആണോ? എന്നാ ഞാൻ കൊണ്ടുപോയി തരണം. വേണ്ട മോനെ, ഞാൻ ക്ഷീണം മാറിയിട്ട് ഞാൻ പോയിക്കോളാം. എന്നാ ശരി കേട്ടോ. ഓക്കെ മോനെ. ആരാടാ അത്? നേരത്തെ കണ്ടോ? ആ? അതെ, ഞാന് ആദ്യം താമസിച്ചിരുന്നില്ലേ, അവിടെ ഉണ്ടായിരുന്നു. സുബ്രഹ്മണ്യേട്ടന്റെ മോന. ആ, ശരി. അല്ല, അയാൾക്ക് ആരുമില്ല? അയാൾക്ക് ആരുമില്ല. കല്യാണം കഴിച്ചിട്ടില്ല? കല്യാണം കഴിച്ചിട്ടില്ല. കല്യാണമൊക്കെ നോക്കിയിരുന്നു. 2-3 പെണ്ണൊക്കെ പോയി നോക്കി. അപ്പൊ പെൺകുട്ടികൾക്കൊക്കെ പുള്ളി കുറച്ച് തടി കൂടുതലായിരുന്നു. അപ്പൊ അതിനുശേഷം പെൺകുട്ടികളൊക്കെ അത് ഒഴിവാക്കിയോണ്ട് പിന്നെ മൂപ്പർക്ക് ഒരു അനിയുണ്ട്. അപ്പൊ അച്ഛനും അമ്മയും മരിച്ചതിന് ശേഷം ഈ അനിയനെ മൂപ്പര നോക്കിയിരുന്നത്. അപ്പൊ അനിയന്റെ പഠിപ്പും കാര്യങ്ങളൊക്കെ മൂപ്പര നോക്കിയിരുന്നു. ഇപ്പൊ മൂപ്പര് എന്താ ചെന്നൈയിൽ എന്താ ജോലിയാന്നല്ലോ പറഞ്ഞേ? ആ, ചെങ്ങായി ഇങ്ങോട്ട് വരുന്നൊന്നുമില്ല പറഞ്ഞല്ലേ? പക്ഷെ മൂപ്പര് വർത്തമാനത്തില് അനിയൻ വരലില്ല, വിളിക്കില്ല എന്നാണല്ലോ പറഞ്ഞത്. പാവം കിട്ടും, ഒരു മനുഷ്യ ഒറ്റക്ക് ഇങ്ങനെ. നമുക്കൊരു കാര്യം ചെയ്യാം, അവൻ അനിയന്റെ നമ്പർ കിട്ടുമെങ്കിൽ നമുക്കൊന്ന് വിളിച്ച് കാര്യങ്ങൾ പറഞ്ഞു നോക്കാം. നല്ല കാര്യമാണ്. അവനൊന്ന് വിളിച്ചുകൊണ്ട് കാര്യങ്ങളൊക്കെ ഒന്ന് അറിയിച്ചാലേ ആക്ട് ചെയ്യാൻ പറ്റുന്ന ഒരു ഉപകാരമാണ്. സമയം എത്ര? സമയം ഇപ്പൊ 10 മണിയായി. 10 ഡോക്ടറാണെങ്കിൽ നല്ല സീരിയസ് ആണെന്നാ പറയുന്ന സംഭവം. ഇപ്പൊ വാർഡൊക്കെ ഇപ്പൊ മാറ്റും. ചെക്കനെ കാണുന്നില്ലല്ലോ. അരുണല്ലേ? ചെന്നൈയിലാണ്. ചിലപ്പോ 11 ട്രെയിൻ വരുമായിരിക്കും അല്ലേ? പ്രതീക്ഷിക്കാൻ വെക്ക. ഈ രാമേട്ടൻ ബന്ധുക്കാരായിട്ട് ആരുമില്ല? ഇല്ല, ഈ അനിയൻ മാത്രമേ ഉള്ളൂ, വേറെ ആരുമില്ല. 2 മക്കളുള്ളൂ അല്ലേ? ഏട്ടനിപ്പോ കുഴപ്പമില്ല, വാർഡിലേക്ക് മാറ്റിയിട്ടുണ്ട്. അന്നേരം ഡീറ്റെയിൽ ഒക്കെ ഡോക്ടറോടൊന്ന് ചോദിച്ചു നോക്ക്. ഡോക്ടർ ചോദിച്ചു ബന്ധപ്പെട്ടവരാരെങ്കിലും ഉണ്ടോ എന്നൊക്കെ. ഞാൻ അങ്ങനെ ഒരു അനിയൻ വരാണ്ടെന്ന് പറഞ്ഞു. ഏട്ടാ, ഏട്ടാ. മോനെ ഉണ്ണി, നീ വന്നടാ, ഇരിക്ക്. ഏട്ടാ, എടാ, നിനക്ക് സുഖം തന്നെ അല്ലടാ? ഏട്ടൻ എങ്ങനെയുണ്ട് ഇപ്പം? എടാ, മരിക്കുന്നതിന് മുമ്പ് ഏട്ടനെ നിന്നൊന്ന് കാണുന്നുണ്ടായിരുന്നു. ഏട്ടാ, ഏട്ടൻ എന്നോട് ക്ഷമിക്കണം. ഞാൻ ഏട്ടനെ ശരിക്കും ഒറ്റപ്പെടുത്തി. മോനെ, സാറില്ല, ഏട്ടൻ അതെല്ലാം മറന്നു. ഏട്ടൻ എന്നെ നോക്കിയതും പഠിപ്പിച്ചതൊക്കെ ഞാൻ മറന്നു. ഞാൻ ഈ നിലയിൽ എത്താൻ കാരണമേ ഏട്ടനാണ്. അച്ഛനില്ലാത്തൊരു കുറവ് ഏട്ടൻ എന്നെ അറിയിച്ചിട്ടില്ല. അറിയില്ല മോനെ, അച്ഛൻ മരിച്ചപ്പോ എനിക്ക് ഒരേ ആഗ്രഹം ഉണ്ടായിരുന്നുള്ളൂ, എന്റെ അനിയൻ നല്ലവണ്ണം ജീവിക്കണം. ഇന്ന് നീ നല്ല നിലയിൽ ജീവിക്കണം എന്നറിഞ്ഞപ്പോ ഏട്ടന് സന്തോഷായടാ. ഇതിന്റെ ബാങ്ക് പാസ്ബുക്കാണ്. ഇതിൽ എന്റെ എത്രയും കാലത്ത് സമ്പാദ്യം മുഴുവനുണ്ട്. എനിക്ക് എന്തെങ്കിലും സംഭവിച്ചാല് നിനക്ക് തരാൻ വേണ്ടി എടുത്തു വെച്ചതാണ്. എനിക്കധികം ദിവസങ്ങളില്ല മോനെ. ഇന്ന് എന്റെ കയ്യിൽ കോടികളുണ്ട് ഏട്ടാ. എന്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ സമ്പാദ്യം ഏട്ടനാണെന്ന് തിരിച്ചറിയാൻ ഞാൻ വൈകി പോയേട്ടാ.